ജിമ്മിൽ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരണവാർത്ത നമ്മൾ 2-3 കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ജിം ട്രെയിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ കാണിച്ചിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യും. ഒരു മനുഷ്യൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ലിഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിൽ കൂടുതലായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഇല്ലാത്തത് കാരണം. സെക്കൻഡ് വൺ വരുന്നത് പറഞ്ഞാൽ ഈഗോ വെയിറ്റ് ലിഫ്റ്റിംഗ്. സാധാരണ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കണതും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കണതും. ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട വാമപ്പുകൾ, നമ്മൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈയിടെയായിട്ട് ജിമ്മിൽ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരണവാർത്ത നമ്മൾ 2-3 കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ജിം ട്രെയിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കാർഡിയാക് അറസ്റ്റ് വരുന്നത് ജിമ്മിൽ 2 റീസണാണ് വരുന്നത്. മെയിനായിട്ട് 2 റീസണാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ആണ് പറഞ്ഞാൽ വാമപ്പ്, അതായത് പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഇല്ലാത്തത് കാരണം. സെക്കൻഡ് ആണ് വരുന്നത് പറഞ്ഞാൽ ഈഗോ വെയിറ്റ് ലിഫ്റ്റിംഗ്, ഓവറായിട്ടുള്ള വെയിറ്റ്. ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട വാമപ്പുകൾ, നമ്മൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. രണ്ടാമത് തന്നെ പറഞ്ഞ മാതിരി മറ്റുള്ള ആൾക്കാർ എടുക്കുന്ന വെയിറ്റ് കണ്ടിട്ട് നമ്മൾ എടുക്കുന്ന വെയിറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഓരോ ശരീരത്തിനും ഓരോ വെയിറ്റിനും അനുസരിച്ചുള്ള വെയിറ്റ്, ഒരു മനുഷ്യൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ലിഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിൽ കൂടുതലായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഓവർ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. ഇതിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും. അതിനുശേഷം മാത്രമേ പിന്നെ നമുക്കൊരു ട്രെയിനിങ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. ജിമ്മിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കണതും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കണതും. ഇതിനെക്കുറിച്ചിട്ട് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുള്ളത്? അതായത് നമ്മൾ ജിമ്മിലോട്ട് ഫസ്റ്റ് തന്നെ ക്ലയൻസ് ബിഗിനറാണ്, അവർക്ക് നമ്മൾ ട്രെയിനേഴ്സ് ക്രിയാറ്റിൻ പ്രിഫർ ചെയ്യാറില്ല. അതിന് അവർ ഫസ്റ്റ് ടൈം ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ കാണിച്ചിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യും. ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രിയാറ്റിൻ എടുക്കുമ്പോൾ, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എത്രയാണോ അവർക്ക് ആവശ്യമുള്ള അളവ് അത് മാത്രം എടുത്തിട്ട് ഒരു 3 മാസം ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ 3 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ശരിക്കും എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു ഡയറ്റീഷ്യനെയോ അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനേഴ്സിനെയോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ട്രെയിനേഴ്സിനെയോ മാത്രം കണ്ടുകൊണ്ട് മാത്രം ഈ കാര്യം എടുക്കുന്നത് ശ്രദ്ധിക്കുന്നതാവും ഏറ്റവും നല്ലത്.